ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മൊളസ്കയുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ്. ഇതിന് മുമ്പുള്ള വീഡിയോസ് വെച്ചിട്ട് നമ്മൾ ഫൈലം മൊളസ്കയുടെ 7 ക്ലാസ്സസും അതിൻ്റെ എക്സാമ്പിൾസും ഒക്കെ കണ്ടു അല്ലേ. ഇനി എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് ഈ ഒരു സെക്ഷനിൽ നോക്കാം. ഈ മൊളസ്ക എക്കണോമിക്കലി ഏതെല്ലാം മീൻസ് എന്തെല്ലാം ആസ്പെക്ട് കൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് എന്ന രീതിയിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആണ്. പെസ്റ്റ് എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ എക്കണോമിയെ ബാധിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ പെസ്റ്റ് എന്ന നിലയിലും എക്കണോമിക്കലി നമ്മൾ അവയെക്കുറിച്ച് കോൺഷ്യസ് ആണ്. പിന്നെ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ഓഫ് സം പാരസൈറ്റ് അല്ലേ, ചില പാരസൈറ്റ്സിന്റെ ഹോസ്റ്റ് വെച്ചാൽ ആ പാരസൈറ്റ്സിനെ അതിന്റെ വാഹകരായിട്ട് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആയിട്ട് ഈ മൊളസ്ക ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലെല്ലാം നമ്മളുടെ ഒരു കൺസേൺ അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ബെനിഫിഷ്യൽ മൊളസ്ക് ഏതാന്ന് നമുക്ക് ആദ്യം നോക്കാം. ഫുഡ് മൊളസ്ക്, ഫുഡായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മൊളസ്ക് ഏതൊക്കെ? ക്ലാംസും ഓയിസ്റ്റേഴ്സും ആണ് കേട്ടോ. ക്ലാംസ് എന്ന് പറയുമ്പം സാധാരണ ഉള്ളതിൽ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 1-2 പേരൊക്കെ എക്സാമിന് എഴുതുക. വീനസ് മെസനാറിയ, മയ അരിനാരിയ. ഓയിസ്റ്റേഴ്സ് പറയുമ്പോൾ മൈറ്റിലസ് സ്പീഷീസ് ആണ് മെയിൻലി. മൈറ്റിലസ് എരൂലിയസ് പെർണ വിറിഡിസ്. അപ്പോൾ അങ്ങനെ പേരുകൾ ശ്രദ്ധിക്കുക. ഈ ക്ലാംസും ഓയിസ്റ്റേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്തുവാണ്? ക്ലാംസിന്റെ ആ ഷെല്ല് കണ്ട നല്ല സ്മൂത്ത് ആണ്, അതിന്റെ ഔട്ട്ലൈൻ നല്ല സ്മൂത്ത് ആണ്. ഞാൻ കാണിക്കാം, കണ്ടോ? ഇത് ക്ലാം ആണ്. പക്ഷേ ഓയിസ്റ്റേഴ്സ് നോക്കി കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ഔട്ട്ലൈൻ ഇസ് നോട്ട് സ്മൂത്ത്, അത്ര സ്മൂത്ത് അല്ല. ഇത് രണ്ടും ബൈവാൽസ് ആണ് കേട്ടോ. അപ്പോൾ അതാണ് ഈ ക്ലാംസും ഓയിസ്റ്റേഴ്സും ആണ് മെയിനായിട്ട് ഫുഡായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ സ്ക്വിഡ്സിനെ കഴിക്കും. യൂറോപ്പ്, അമേരിക്ക, ജപ്പാൻ, ചൈനയിലൊക്കെ സ്ക്വിഡ്സിനെ കഴിക്കാറുണ്ട്. ഗ്യാസ്ട്രപ്പോഡ്സ് നമുക്കറിയാം, നല്ല സ്പൈറലി കോൾഡ് ഷെല്ലുള്ള മൊളസ്ക് ആണ്. പൈല, ഹെലിക്സ് ഇതും ആൾക്കാർ കഴിക്കാറുണ്ട് കേട്ടോ. ഇനി മസിൽ ഫാമിംഗ് ആൻഡ് ഓയിസ്റ്റർ കൾച്ചർ, അതിനെക്കുറിച്ച് 1-2 കാര്യങ്ങൾ പറയട്ടെ. പ്രധാനപ്പെട്ട കൺട്രീസ്, ഇവരുടെ പേരൊന്ന് ഓർത്തോണേ ഈ മസിൽ കൾച്ചർ ചെയ്യുന്നത്. സ്പെയിൻ, പോർച്ചുഗൽ, ഫ്രാൻസ്. ഇവർ മെയിനായിട്ട് മസിൽസിന്റെ ആൾക്കാരാണ്. സ്പെയിൻ, പോർച്ചുഗൽ, ഫ്രാൻസ്. ചൈനയും ഉണ്ട് കേട്ടോ. പിന്നെ അപ്പം ഈ ഒരു 3 പേര് നിങ്ങൾക്ക് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ 1-2 ഇടത്തുനിന്ന് എഴുതാം. സ്പെയിൻ, പോർച്ചുഗൽ, ഫ്രാൻസ്. പിന്നെ ബെനിഫിഷ്യറി ആസ്പെക്ട്, ഈ മസിൽ ഫാമിംഗ് നമ്മളെ ആകർഷിക്കുന്ന 1-2 ഫാക്ടേഴ്സ് ഉണ്ട്. മസിൽ ഫാമിംഗ് ചെയ്യാം, അത് നമുക്ക് ഇത്തിരിയൂടെ ഗുണമാണ് ഒരു ഫിഷ് ഫാമിനെക്കാട്ടിൽ അല്ലെങ്കിൽ ഷ്രിമ്പ് കൊഞ്ച് കൃഷിയെക്കാട്ടിൽ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻ പൗഡറൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് ലോ കോസ്റ്റ് ആണ്. ഉണ്ടോ? ഇതിന്റെ പ്രൊഡക്ഷന് മറ്റ് ഫിഷിന്റെ അല്ലെങ്കിൽ ഷ്രിമ്പിന്റെ ഒരു ഫാമിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം അത്രത്തോളം ഒരു കോസ്റ്റ് ഒന്നും ആവശ്യമില്ല. അതൊരു ഗുണമാണ്. പിന്നെ പ്രൊഡക്ടിവിറ്റി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിനി പറയും മസിൽ ഫാമിങ്ങിന്റെ പ്രൊഡക്ടിവിറ്റി പെട്ടെന്ന് തന്നെ നമുക്ക് അതിന്റെ ഒരു ഹാർവെസ്റ്റിംഗ് ടൈം ഉണ്ട്. അതുകൊണ്ട് ഷോർട്ട് പീരീഡ് ആണ്. അപ്പം പ്രൊഡക്ടിവിറ്റിയും ഈ ഫിഷിന്റെയും ഷ്രിമ്പിന്റെയും കൾച്ചറുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇത്തിരി കൂടെ മെച്ചപ്പെട്ടതാണ്. പിന്നെ ഇതിന് ഫീഡ് കൊടുക്കുക എന്ന് പറയുമ്പോൾ മസിൽസിന്റെ നാച്ചുറൽ ഫുഡ് എന്ന് പറയുന്നത് ഈ സാധാരണ മൂവ് ചെയ്യുന്ന വെള്ളത്തിലെ അതിൽ വരുന്ന ഡയറ്റംസ്, പ്ലാങ്ക്ടോൺസ്, ഡിറ്റിറ്റസ് പാർട്ടിക്കിൾസ്, ഇതൊക്കെയാണ് അതിന്റെ ഫുഡ്. അല്ലാതെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഇട്ടൊന്നും കൊടുക്കണ്ട. അപ്പം അതും ഒരു ഫേവറബിൾ ആയിട്ടുള്ള ആസ്പെക്റ്റ് ആണ്. പിന്നെ ലാസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഓൾറെഡി, ഷോർട്ട് പീരീഡ് മതി, പെട്ടെന്ന് തന്നെ നമുക്ക് അതിന്റെ അതിന്റെ ഒരു വിളവ്, അതിന്റെ ഒരു ഹാർവസ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെ നോക്കുമ്പം ഫിഷ് കൾച്ചർ അല്ലെങ്കിൽ ഷ്രിംപ് കൾച്ചറുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇത് ഇത്തിരിയൂടെ ഒരു ബെനിഫിഷ്യൽ ആണ് അല്ലേ. അപ്പൊ നമുക്ക് ഈ കോമൺ സ്പീഷീസ് ഏതൊക്കെയാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ മുമ്പ് പറഞ്ഞു അല്ലേ, മൈറ്റിലസ് സ്പീഷീസ് ആണ് ഏറ്റവും കൂടുതലായിട്ട്. അത് പ്രധാനമായിട്ട് യൂറോപ്പിലേക്കാണ്, നമുക്ക് പറഞ്ഞയാണ് കേട്ടോ. മൈറ്റിലസ് എഡൂലിസ് ആണ് യൂറോപ്പിൽ. മൈറ്റിലസ് സ്മരാഗ്ഡിനസ് ആണ് ഫിലിപ്പീൻസിൽ. എന്നാൽ ഇന്ത്യയിലേക്ക് വരുമ്പോൾ പെർണാവിറിഡിസും പെർണ ഇൻഡിക്കയുമാണ് സാധാരണ കൾട്ടിവേറ്റ് ചെയ്യുന്ന സ്പീഷീസ്. പേൾ ഇൻഡസ്ട്രിയെ കുറിച്ച് നമുക്ക് പറയാതെ വയ്യ, അതിനെ നമുക്ക് വിട്ടുപോകാനേ പറ്റത്തില്ല അല്ലേ. പേൾസ് അത്രയും നമുക്ക് പ്രിയപ്പെട്ടതാണ് അല്ലേ. അപ്പം പിങ്ടാഡ ജീനസിൽപ്പെട്ട മസിൽസ് ആണ് പ്രധാനമായിട്ടും ഈ പേൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ പേൾ കൾച്ചറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എനിക്ക് തോന്നുന്നു 5th മോഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്.
അപ്പം ഇതിൽ നമ്മൾ അത്രയും ഡീറ്റെയിലോട്ട് പോകത്തില്ല. ജസ്റ്റ് അതിൻ്റെ എക്കണോമിക്കൽ ഇമ്പോർട്ടൻസ് പറയുമ്പം ഇങ്ങനെ ഒരു ആസ്പെക്ട് ഉണ്ടെന്ന് പറയത്തേ ഉള്ളൂ ഇവിടെ കേട്ടോ. അപ്പോൾ പിങ്ടാഡയിലെ ഏത് സ്പീഷീസാണ് പിങ്ടാഡ വൾഗാരിസ്, പിങ്ടാഡ ഫ്യുക്കേറ്റ, ഇതൊക്കെയാണ് പിന്നെ നാച്ചുറൽ പേൾസ്, ഹൈ ക്വാളിറ്റി നാച്ചുറൽ പേൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പീഷീസ്. ഇതുണ്ട് പിങ്ടാഡ മർഗാരിറ്റിഫെറ, ഇതും ഉണ്ട്. അപ്പോൾ ഒന്ന് രണ്ടെണ്ണത്തിൻ്റെ പേരുകൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇത് മറൈനാണ് കേട്ടോ. ഈ ഫ്രഷ് വാട്ടർ ഓയിസ്റ്റേഴ്സ് ഉണ്ട്, പക്ഷേ അത് വളരെ റെയർ ആണ്. അതിൽ നിന്ന് കിട്ടുന്ന പേളും മറൈൻ വണ്ണിൽ നിന്ന് കിട്ടുന്നതിൻ്റെ അത്രയും ക്വാളിറ്റിയും കാണത്തില്ല. അപ്പം ഫ്രഷ് വാട്ടർ ഓയിസ്റ്റേഴ്സിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലെമലിഡൻസ് മാർജിനാലിസം, ലെമലിഡൻ കോറിയാനസ്, ഹാലിയോട്ടിസ് എന്നൊക്കെ പറയും. അപ്പം ഒന്ന് ഓർക്കാൻ ശ്രമിക്കുക. അപ്പം അതായി പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഫ്രഷ് വാട്ടർ ഓയിസ്റ്റേഴ്സ് ആർ ഇൻഫീരിയർ ഇൻ ക്വാളിറ്റി ഉണ്ട്. ക്വാളിറ്റി വൈസ് മറ്റ് മറൈനുമായിട്ട് കമ്പയർ ചെയ്യുമ്പം അത്രത്തോളം ക്വാളിറ്റി വരത്തില്ല ഇതിൽ നിന്ന് കിട്ടുന്ന പേൾസ്. പേൾ ബട്ടൺസ്, ഈ അത് നമുക്ക് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മസിൽസിന്റെ ഷെൽസ് ആണ് അവിടെ ബട്ടൺസ് ആയിട്ട് ബട്ടൺസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് മസിൽസിന്റെ ഷെൽ, പേൾ ബട്ടൺസ്. അപ്പം അതും ഒരു ബെനിഫിഷ്യൽ ആസ്പെക്റ്റ് ആണ്. ഗ്യാസ്ട്രപ്പോഡിന്റെ ഷെൽസ്, ഗ്യാസ്ട്രപ്പോഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ നമ്മുടെ അത് പിരിയുള്ള അല്ലേ, ഷെല്ലിന് പിരിയുള്ള ടൈപ്പ് എന്താണ് മസിൽസ് ആണ്. അപ്പോൾ ഗ്യാസ്ട്രപ്പോഡിന്റെ ഷെൽസിൽ നിന്ന് ബട്ടൺസ് ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഓർണമെന്റേഷൻ ആൻഡ് ജുവലറി ഓഫ് കോഴ്സ് അല്ലേ, ഇഷ്ടംപോലെ ഓർണമെന്റ്സ് ജുവലറി ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കന്യാകുമാരിയിലൊക്കെ പോകുമ്പോൾ കണ്ടില്ലേ, അവരിങ്ങനെ വഴുനീളെ, അതാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നൊരു പിക്ചർ. അപ്പം ഇഷ്ടം പോലെ ജുവലറി ഓർണമെന്റേഷൻ അതൊക്കെ. ഇത് കണ്ടോ, ഇത് മസിലിന്റെ ഷെല്ല് വെച്ചിട്ട്, അത് ഈ ഒരു ഫോമിൽ വന്നപ്പോഴത്തേക്ക് അതിന്റെ ലുക്കേ മാറി. ഷെൽസ് ആർ യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ്, ഓർണമെന്റേഷൻ ആൻഡ് ജുവലറി. പേൾസ് വെച്ചിട്ട് നമുക്കറിയാം, പേൾസ് ജുവലറി ചെയ്യുന്നുണ്ട് പേൾസ് വെച്ചിട്ട്. ഈ ഗ്യാസ്ട്രപ്പോഡ്സിന്റെ ഷെല്ലും ടസ്ക് ഷെൽ എന്ന് പറയുമ്പോൾ ഡെന്റാലിയം അല്ലേ, ഡെന്റാലിയം ഏത് ക്ലാസ്സിൽ വരുന്നതാണ്? സ്കാഫോപോഡ് അല്ലേ. ഇതിനെയൊക്കെ ഡെക്കറേറ്റീവ് ആർട്ടിക്കിൾസ് ആയിട്ട്, ഫാൻസി ഐറ്റംസ് ആയിട്ടൊക്കെ നമുക്കറിയാം. ഗ്യാസ്ട്രപ്പോഡിന്റെ ഷെൽ എത്രയോ ശംഖ് അല്ലേ, ഒരു ഡെക്കറേറ്റീവ് ഐറ്റം ആയിട്ട് വെക്കാറുണ്ട്. ഓസ്പീഷ്യസ് ഐറ്റം ആയിട്ട്, നല്ലൊരു ഒമൻ, നല്ലൊരു ശകുനം, അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ സൂക്ഷിക്കാറുള്ളതാണ് ഈ ഗ്യാസ്ട്രപ്പോഡിന്റെ ഷെൽസ്. വലംബരി ശംഖ് എന്നൊക്കെ പറയും നമ്മൾ. പിന്നെ ഇതിനെ ബെയ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റ് മീനെയൊക്കെ പിടിക്കാനുള്ള ഇരയായിട്ട് ഉപയോഗിക്കാറുണ്ട്. കാരണം ഇതിന്റെ ഫ്ലഷിന് ഭയങ്കര ഓർഡറാണ്, സ്മെല്ലാണ്. അപ്പം അതുകൊണ്ട് അതിനെ ബെയ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ചെറിയ സിഫാലോപോസ് ലൈക്ക് സ്ക്വിഡ്സ്, ഒക്ടോപോസസ്, ഇതിനെയൊക്കെയാണ് ബെയ്റ്റ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനെയാണ് ഉപയോഗിക്കുന്നത് കുഞ്ഞ്. അപ്പോൾ വലിയ സ്ക്വിഡിനെയൊന്നും മനസ്സിൽ ഓർക്കരുത്, ചെറിയ സ്ക്വിഡ്സ് ഒക്ടോപോസസിനെയൊക്കെ പിന്നെ ബെയ്റ്റ്സ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഡൈസ് ആൻഡ് ഇങ്ക് ആരായിരിക്കും? ആരിൽ നിന്നായിരിക്കും? നമ്മൾ കട്ടിൽ ഫിഷിന്റെ കാര്യം കണ്ടില്ലേ, ഏതിനകത്തായിരുന്നു? സിഫാലോപോസ് അല്ലേ. അപ്പോൾ അവരിൽ നിന്ന് എന്തായാലും ഒരു ഇങ്ക് അല്ലെങ്കിൽ ഡൈ ഉണ്ടാവുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ചില ഗ്യാസ്ട്രപ്പോഡ്സിൽ നിന്നും ഡൈ ഉണ്ടാക്കുന്നുണ്ട്. ഒരു ബ്രൗൺ പിഗ്മെന്റ് സെപ്പിയ, അതാണ് നമ്മുടെ കട്ടിൽ ഫിഷ്. ആ സെപ്പിയ എന്ന് തന്നെയല്ലേ, എന്താണ്ടോ ആ പിഗ്മെന്റിന്റെ പേര് തന്നെ സെപ്പിയ എന്നാണ്. ഇറ്റ് ഈസ് ഫോം ഫ്രോം ദ ഇങ്ക് സാക്ക് ഓഫ് കട്ടിൽ ഫിഷ് സെപ്പിയ. പിന്നെ ഒരു ടിറൈൻ എന്ന് പറയുന്നൊരു ഡൈ ഉണ്ട്. ഇത് ന്യൂസെല്ല മ്യൂറക്സ്, ഇത് രണ്ടും ഗ്യാസ്ട്രപ്പോഡ്സ് ആണ്. അപ്പോൾ ഗ്യാസ്ട്രപ്പോഡ്സും പിന്നെ സിഫാലോപോഡ്സും ആണ് മെയിനായിട്ട് ഡൈസും ഇങ്കും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ, അവരെ ബെനിഫിഷ്യൽ ആക്കുന്നത്. പിന്നെ ലൈം ആൻഡ് സിമെന്റ്, ഇതിന്റെ ഷെല്ല് ഉണ്ടോ, എംറ്റി ഷെൽസ് ഓഫ് ബൈവാൾസ്, അത് ഉപയോഗിച്ചിട്ട് ലൈം, സിമെന്റ് ഒക്കെ, ചുണ്ണാമ്പും സിമെന്റും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ റോഡ് കൺസ്ട്രക്ഷനിൽ ഉണ്ടോ, ഓയിസ്റ്റേഴ്സിന്റെ ഷെൽസ്, ഓയിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ബൈവാൾസ്, അതിന്റെ ഷെല്ല് ടാറുമായിട്ട് മിക്സ് ചെയ്തിട്ട് റോഡ് ഉണ്ടാക്കാനും ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഇനി റിലീജിയസ് യൂസ് അത് ഏത് ഷെല്ലായിരിക്കും പറഞ്ഞേ? ഗ്യാസ്ട്രപ്പോഡ് ഷെൽ അല്ലേ. ഷെൽസ് ഓഫ് സാങ്കസ്, വലംബിരി ശംഖ് ഉണ്ടോ, ഇത് നമ്മൾ കണ്ടിട്ടില്ലേ, അമ്പലത്തിൽ ആ ഓംകാര ശബ്ദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്നിങ്ങനെയുള്ള മസിൽസിനെ ഉപയോഗിക്കുന്നുണ്ട് ടെമ്പിൾസിൽ. ക്രാഡില് തൊട്ടിലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ട്രൈഡാക്ന ഗൈഗസ് എന്ന് പറയുന്ന ഒരു ജൈൻ്റ് ആയിട്ടൊരു ക്ലാം ഉണ്ട്. അതിന്റെ സൈസ് നോക്കി 1.2 meters വരും അക്രോസ് ദ ഷെൽ ആൻഡ് 300 to 500 pounds. ഇതിനെ ഈസ്റ്റ് ഇൻഡീസിൽ ഇവര് ക്രാഡിൽ, കുഞ്ഞുങ്ങളുടെ
തൊട്ടിലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം എൻ്റെ ഇമേജ്. കണ്ട അതിനകത്ത് കുഞ്ഞുങ്ങളുടെ തൊട്ടിലായിട്ട് ഞാനത് ആ ഒരു സൈസ് ഒരു കൺസെപ്റ്റിൽ വരാൻ വേണ്ടി കാണിച്ചു. അപ്പം അങ്ങനെ ഉണ്ട് ഗ്രാഡിലായിട്ട്. ഓക്കെ, ഇനി നമുക്ക് പേൾ കൾച്ചറിൽ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ഡീറ്റെയിൽസ് നമ്മൾ ഇവിടെ കാണത്തില്ല. ചെറിയൊരു ഒരു സർഫസ് ലെവലായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങേ ഉള്ളൂ ഇവിടെ കേട്ടോ. പേൾ കൾച്ചർ, പേൾ ഫാമിംഗ് എന്നാണ് എന്നെ പറയുന്നത്. അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേൾ ഓയിസ്റ്റേഴ്സിനെ ഉപയോഗിച്ചിട്ട് കൺട്രോൾഡ് എൻവിയോൺമെൻറ്റിൽ, കൺട്രോൾഡ് എൻവിയോൺമെൻറ്റ് പറഞ്ഞാൽ നമ്മളുടെ നിയന്ത്രണത്തിലുള്ള എൻവിയോൺമെൻറ്റ് കണ്ടീഷനിൽ, അതായത് ഇതിന് വളരാൻ വേണ്ടുന്ന എല്ലാ കണ്ടീഷനും കൊടുത്തുകൊണ്ട് അതിനെ ഇൻഡ്യൂസ് ചെയ്യും, ഇറിറ്റേറ്റ് ചെയ്യും പേൾ ഫോം ചെയ്യാൻ വേണ്ടി. അങ്ങനെയുള്ള ആ ഒരു ഫാമിങ്ങിനെയാണ് പേൾ ഫാമിങ് അല്ലെങ്കിൽ പേൾ കൾച്ചർ എന്ന് പറയുന്നത്. CMFRA അതിനൊരു അവരുടേതായ തനതായ ഇൻഡിജിനസ് ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ മസിൽ കൾച്ചറിലോട്ട് പോവാം. പേൾ കൾച്ചർ നമ്മൾ കണ്ടു. മസിൽ കൾച്ചറിലോട്ട് വരുമ്പോഴത്തേക്ക് മസിൽസിനെ ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലേ, ഒരു ഫുഡ് സോഴ്സ് എന്നുള്ള രീതിയിൽ. പ്രോസസ് ഓഫ് കൾട്ടിവേറ്റിംഗ് മസിൽസ്, അതും കൺട്രോൾഡ് എൻവിയോൺമെന്റ് കണ്ടീഷൻസിൽ കൊമേഴ്സ്യൽ വെച്ചാൽ ഒരു വ്യവസായ അടിസ്ഥാനത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് മസിൽ കൾച്ചർ. അപ്പം ഏതൊക്കെ രാജ്യങ്ങളാണ് കൂടുതൽ? ഞാൻ ഈ രാജ്യങ്ങൾ പേര് ഓർത്ത് വെച്ചു. സ്പെയിൻ, പോർച്ചുഗൽ, ഫ്രാൻസ് ഉണ്ടോ. അവർ മെയിനായിട്ടും ഈ മസിൽ കൾച്ചറിൽ ഏറ്റവും ആക്റ്റീവായിട്ട് നിൽക്കുന്ന രാജ്യങ്ങളാണ്. ഇപ്പോൾ എഡിബിൾ മസിൽസ് മൈറ്റിലിഡേ അല്ലേ, ഞാൻ പറഞ്ഞായിരുന്നല്ലോ, മൈറ്റിലിഡേ ഫാമിലിയിൽ ഉള്ളതാണ് എഡിബിൾ മസിൽസ് എന്ന് പറയുന്നത്. ഇവർ കൂടുതലും മറൈനാണ്, സെഡൻറ്ററിയാണ്, ഗ്രിഗേറിയസ് ആണ്. ഗ്രിഗേറിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ, കൂട്ടമായിട്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്നവർ, അതാണ് ഗ്രിഗേറിയസ് എന്ന് പറയുന്നത് കേട്ടോ. ബൈവാൽഡ് ആയിട്ടുള്ള മോളസ്കാണ് മൈറ്റിലിഡേ എന്ന് പറയുന്നത്. ഈ ഫാമിലിയിലുള്ളവരാണ് കൂടുതലായിട്ടും കൾച്ചർ ചെയ്യുന്നത്. ഇത് സബ്മേർജ്ഡ് റോക്സിൽ അവരുടെ ബൈസസ് ത്രെഡ് വെച്ചിട്ട്, അറിയാലോ അല്ലേ, ഇങ്ങനെ സബ്മേർജ്ഡ് റോക്ക്, ഇത് റോക്ക് ആണെങ്കിൽ അവരുടെ ബൈസസ് ത്രെഡ് വെച്ചിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് ആണ് കാണുക. ഫിഷുമായിട്ട്, അല്ലെങ്കിൽ ഇത് ഓൾറെഡി നമ്മൾ കണ്ടതാണ്, ഷിംപുമായിട്ട് കമ്പയർ ചെയ്യുമ്പം മസിൽ ഫാമിങ്ങിൻ്റെ പ്രൊഡക്ടിവിറ്റി ചെയ്യുന്ന കൂടുതൽ പെട്ടെന്ന് നമുക്ക് അതിനെ ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവർ ഫിൽട്ടർ ഫീഡേഴ്സ് ആണ്. കാരണം ഈ കുഞ്ഞു ജീവികളാണെങ്കിൽ കൂടി വെള്ളത്തിൻ്റെ ക്വാളിറ്റി, വെള്ളത്തിനെ ഫിൽട്ടർ ചെയ്യാൻ ഇവരുടെ ഒരു റോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മെൻഷൻ കേട്ടോ. അതേപോലെ ഇവരെ വളർത്താൻ പ്രത്യേകിച്ച് സ്പെഷ്യൽ ഫീഡിങ് സപ്പോർട്ട് ഒന്നും കൊടുക്കണ്ട. നമ്മൾ വെളിയിൽ നിന്ന് ഫുഡൊന്നും കൊടുക്കണ്ട. വെള്ളത്തിൽ തന്നെയുള്ള ഡീബ്രിസും സ്മോൾ ഡയറ്റംസും പ്ലാങ്ക്ടോൺസും ഒക്കെയാണ് ഇവർ കഴിക്കുന്നത്. അതാണ് ഈ പറയുന്ന ഡയറ്റംസ്, പ്ലാങ്ക്ടോൺസ്, ഡെട്രിറ്റസ് പാർട്ടിക്കിൾസ് ഒക്കെയാണ് ഇതിൻ്റെ ഫുഡ്. ഹാർവസ്റ്റിംഗ് പീരീഡ് ഷോർട്ടാണ്. ഇനി ഏതൊക്കെ സ്പീഷീസിനെയാണ് യൂസ് ചെയ്യുന്നത്? മൈറ്റിലിസ്. ഇപ്പോൾ കുറേ പ്രാവശ്യം കേട്ടല്ലോ, അപ്പോൾ നിങ്ങൾ ആ മൈറ്റിലിസ് എന്നുള്ള പേര് മനസ്സിലങ്ങ് ഉറപ്പിക്കുക. യൂറോപ്പിൽ അതാണ്, ഫിലിപ്പീൻസിൽ മൈറ്റിലിസ് സ്മരാഗ്നിയനസ്, ഇത് ഞാൻ പറഞ്ഞതാണ്. ഇന്ത്യയിൽ പെർണാവിറിഡിസ്, പെർണ ഇൻഡിക്ക. അപ്പോൾ പെർണാവിറിഡിസ് അതിനെ കൂടുതലായിട്ടും കൾച്ചർ ചെയ്യുന്നത് എവിടെയാണ്? മലബാർ കോസ്റ്റ്, നോർത്ത് ഓഫ് കാലിക്കറ്റ്, അവിടെയാണ് അതിനെ കൂടുതലായിട്ട് കൾച്ചർ ചെയ്യുന്നത്. ഇന്റർടൈഡൽ സോണിലാണ് അവരെ. കാരണം എന്താണ്, ഇന്റർടൈഡൽ സോണിലാണെങ്കിൽ ഇന്റർമിറ്റൻ്റ്ലി ഒരു റെപ്ലനിഷ്മെന്റ് ഉണ്ടായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം, അവിടെയുള്ള വെള്ളം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അല്ലേ. അപ്പം വേവ് ആക്ഷൻ ഭയങ്കര ശക്തമായിട്ടല്ലാതെ ഇങ്ങനെ വന്നു പോകുന്നതുകൊണ്ട് ഒരു എന്താ ബാക്കപ്പ് ഉണ്ട് വെള്ളത്തിന് അല്ലേ. അപ്പം അതാണ്, അപ്പം അതിന് ഫുഡിന് ഒരു ഷോർട്ടേജും വരത്തില്ല. പെർണ ഇൻഡിക്ക എവിടെയാണ് കൂടുതലായിട്ടുള്ളത്? വെസ്റ്റ് കോസ്റ്റ് ഓഫ് കേരള, കേരളത്തിൻ്റെ വെസ്റ്റ് കോസ്റ്റ്. എവിടെ മുതൽ എവിടം വരെ? കൊല്ലം ടു കന്യാകുമാരി വരെ പെർണ ഇൻഡിക്കയാണ്. പെർണ വിറിഡിസ് ആണ് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ടുള്ളത്. ഇനി കൾട്ടിവേഷൻ ഓഫ് മസിൽസിലോട്ട് വരാം. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എവിടെയാണ് നമ്മൾ ആ കൾച്ചർ, അതിന് പറ്റിയ സ്ഥലം ഏതാണെന്ന് നോക്കണം. ഉണ്ടോ, എത്ര ആഴം വേണ്ടുന്നത്? 1 മീറ്റർ ആണ് ഡെപ്ത് വേണ്ടുന്നത്. ഏറ്റവും നല്ല സ്ഥലം എന്ന് പറയുന്നത് ഉണ്ടോ, റിവർ മൗത്ത്, റിവർ ഷോർ, ലഗൂൺസ്, ബേസ്, എസ്റ്റുറീസ്, ബാക്ക് വാട്ടേഴ്സ്, ഇതൊക്കെയാണ്. റോക്കി ബോട്ടം, ഇതെല്ലാമാണ് ഏറ്റവും മെച്ചമായിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലേസ്. സ്ട്രോങ്, ഇതുണ്ടോ, വേവ് ആക്ഷൻ വേണം, പക്ഷേ സ്ട്രോങ് വേവ് ആക്ഷൻ ഉള്ള സ്ഥലം നമ്മൾ സെലക്ട് ചെയ്യരുത്.
മനസ്സിലായോ? അതാണ് പറയുന്നത്. പക്ഷേങ്കിൽ ചെറിയ രീതിയിലുള്ള വേവ്സ് നല്ലതാണ്. ഹൈ ടൈഡ്സ്, ലോ ടൈഡ്സ്, മോഡറേറ്റ് സ്ട്രെങ്തിലുള്ളത്. അപ്പം വാട്ടർ റിപ്ലനിഷ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കൂടെ ഒരു റീഫില്ലിംഗ് വരുന്നത് കൊണ്ട് അത് നല്ലതാണ്. വാട്ടർ ഒത്തിരി പൊല്യൂട്ടഡ്, വാട്ടർ പൊല്യൂഷൻ ഇതിൻ്റെ ഗ്രോത്തിനെ ബാധിക്കും. അൺപൊല്യൂട്ടഡ് ആയിരിക്കണം. റിച്ച് ഇൻ പ്ലാങ്ക്ടോണിക് ഓർഗാനിസംസ് ആയിരിക്കണം. സലൈനിറ്റിയുടെ എത്രയാന്ന് നോക്കി, റേഞ്ച് ഓഫ് 23 to 28%, ടെമ്പറേച്ചർ 15 and 30 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ വളർത്തുമ്പോഴാണ് അതിനെ കൺട്രോൾഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതൊരു ഫാം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ കുഞ്ഞുങ്ങൾ വേണമല്ലോ. കുഞ്ഞുങ്ങൾക്ക് പറയുന്ന പേര് സീഡ്സ് അല്ലെങ്കിൽ സ്പാറ്റ്സ് എന്ന് പറയും. ഉണ്ടോ, 2 പേരുണ്ട്, സീഡ്സ് അല്ലെങ്കിൽ സ്പാറ്റ്സ്. അപ്പോൾ ഈ സ്പാറ്റ്സിനെ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്? ഇത് നമുക്ക് നമ്മൾ മെയിനായിട്ട് ഫാം ചെയ്യുന്ന പ്ലേസിൽ നിന്ന് മാറി ഒരു സെപ്പറേറ്റ് ഫാമിൽ നമുക്ക് വളർത്താം. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലാർവൽ ഫോമിനെ പിന്നെ എവിടെയെങ്കിലും സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മീൻസ് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡ്യൂസ് ചെയ്യും. അങ്ങനെ സെറ്റിൽ ചെയ്യുമ്പോൾ അവിടെ നിന്ന് അതിനെ കളക്ട് ചെയ്തുകൊണ്ടുവരും. ഒരു സർട്ടൺ സൈസിൽ ലാർവ സെറ്റിൽ ചെയ്തിട്ട് അതിൻ്റെ സീഡ് ഫോമിൽ എത്തുമ്പോൾ, ഒരു പെർട്ടിക്കുലർ സൈസിലെത്തുമ്പോൾ അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ടാണ് പിന്നെ ഫാം ചെയ്യുന്നിടത്തോട്ട് കൊണ്ടുവരുന്നത്. അത് ഒരു രീതി കേട്ടോ. അതും അല്ലെങ്കിൽ അടുത്ത രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷെൽസ് മസിൽസ് ഉള്ള ഏരിയയിൽ, ഇപ്പം സപ്പോസ് ഇവിടെ മസിൽസ് ഉള്ള ഏരിയ ആണെങ്കിൽ ലൂസ് ആയിട്ടുള്ള റോപ്സ് ഇട്ട് കൊടുക്കും. നിങ്ങൾ കാണിക്കാം ഞാൻ ഒരു വീഡിയോയിൽ. അപ്പോൾ ഈ റോപ്സിൽ വന്ന് ഇത് സെറ്റിലാവും അതിൻ്റെ കുഞ്ഞുങ്ങൾ. അപ്പം കിട്ടിക്കഴിയുമ്പോൾ അതിൽ നിന്ന് അതിനെ മാറ്റിയിട്ട് പിന്നെ നമ്മുടെ ഫാമിൽ കൊണ്ടുപോയി കൾച്ചർ ചെയ്യാൻ ഉപയോഗിക്കും. മനസ്സിലായോ? അങ്ങനെയാണ് സീഡ്സിനെ കളക്ട് ചെയ്യുന്നത്. ഓക്കെ. Egg mussels will settle abundantly on these ropes and later they are collected and can transfer to our farming place. ഇനി മെത്തേഡ്സ് ഏതൊക്കെയാണ് നോക്കുക. 2 മെത്തേഡ്സ് ആണുള്ളത്, ഓൺ ബോട്ടവും ഓഫ് ബോട്ടവും. അപ്പം ആദ്യം നമുക്ക് ഓൺ ബോട്ടം എന്ന് പറയുമ്പോൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ ബോട്ടം റീജിയനിലാണ് അത് ചെയ്യുന്നത് കൾച്ചർ. 1 month ഓൾഡ്, ഇപ്പം സീഡ്സ് നമ്മൾ കളക്ട് ചെയ്തല്ലോ, ഒരു 1 month ഓൾഡ് ആയിട്ടുള്ളതിനെ അതിനെ അങ്ങ് റിലീസ് ചെയ്യുവാണ്. നമ്മൾ എവിടെയാണോ കൾച്ചർ ചെയ്യുന്ന ആ സ്ഥലത്തേക്ക് അങ്ങ് റിലീസ് ചെയ്യും. അപ്പോൾ റിലീസ് ചെയ്തിട്ട് പിന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് തന്നെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. അത് പോയി ഏതെങ്കിലും ഹാർഡ് ഒബ്ജക്ട്സിൽ ബൈസസ് ത്രെഡുമായിട്ടൊക്കെ പോയി അറ്റാച്ച് ചെയ്തിട്ട് അവിടെ ഇരുന്ന് വളരും. ഒരു അപ്രീഷ്യബിൾ ലെവൽ ഓഫ് ഗ്രോത്ത് അറ്റൈൻ ചെയ്യുമ്പോൾ ഒരു 10 centimeter അങ്ങനെയൊക്കെ ഒരു സൈസ് എത്തുമ്പോൾ അതിനെ ഹാർവസ്റ്റ് ചെയ്യും. അതാണ് ഓൺ ബോട്ടം ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇനി ഓഫ് ബോട്ടം ടെക്നിക്ക് എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്, റാഫ്റ്റ് കൾച്ചറും പോൾ കൾച്ചറും ഉണ്ട്. അപ്പോൾ റാഫ്റ്റ് കൾച്ചർ എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം, എന്നിട്ട് നമുക്ക് അതിലോട്ട് വരാം. നോക്കൂ. There are various ways to farm mussels. ഇതേപോലെ ഇത് ഇങ്ങനെ ചങ്ങാടം, തടി കൊണ്ടുള്ള ഇങ്ങനെ ചങ്ങാടം വെള്ളത്തിൽ പൊന്തി കിടക്കുന്ന എന്ത്, അപ്പം അല്ലെങ്കിൽ ഫ്ലോട്ടുകൾ വേണേലും ഉപയോഗിക്കാം. എന്തായാലും പൊന്തി കിടക്കുന്നതിൽ ഇതിൽ നിന്ന് താഴോട്ട് കയറ് കെട്ടി തൂക്കും. അപ്പോൾ അതിൽ ഈ സീഡ്സ് അറ്റാച്ച് ചെയ്യും. കാരണം ഈ പ്രദേശത്ത് മസിൽസ് ഉള്ളതായിരിക്കും. അറ്റാച്ച് ചെയ്തിട്ട് പിന്നെ അതിൽ അറ്റാച്ച് ആയിക്കൊണ്ട് തന്നെ അത് വളരും. അപ്പം കൂടെ നോക്കിക്കൊണ്ടിരിക്കും. പ്രോപ്പർ സൈസ് ആവുമ്പോൾ ഹാർവസ്റ്റ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് Each method is similar. കണ്ടോ, അപ്പം ഇതിൽ ഇങ്ങനെ തൂക്കി ഇടും താഴോട്ട്. മനസ്സിലായി? തമ്മിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് ഓരോ റോപ്പുകളുടെ ഇടയിലെ സ്പേസ്. In the way that you supply the mussels with something to attach to, such as a rope, a bag, a tray, പറഞ്ഞു കണ്ടോ, ഒരു കയറ് ആയിരിക്കും, അതിന് നീളം ഒക്കെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ ഒരു നെറ്റ് പോണക്കുള്ള സംഭവം, അതിനകത്ത് ആ സീഡ്സിനെ ഇട്ടിട്ടാണ് ഒരു കയറിൽ കെട്ടിയിട്ട് ഇങ്ങനെ സസ്പെൻഡ് ചെയ്യും. Pylon or log that can either be placed in the ground or suspended by a rope. But the most important factor ഇങ്ങനെയുള്ള ഒരു കയറിൽ ഇങ്ങനെ ഉണ്ടോ, ഇതിങ്ങനെ കെട്ടി ഇങ്ങനെ തൂക്കി ഇങ്ങനെ ഇടുകയാണ്, സസ്പെൻഡ് ചെയ്യും. when choosing where to farm mussels is the water. Some of the considerations that need to be taken are temperature, ഫ്ലോട്ടുകളാണ് കണ്ടോ, ചെങ്ങാടത്തിന് പകരം ഫ്ലോട്ടുകൾ അങ്ങ് കൊടുത്തുണ്ടോ, പൊന്തി കിടക്കും. salinity, nutrient levels, water clarity, water flow, currents and toxic substances that may be present in the water. Mussels require sufficient water flow to bring in planktonic food particles and to remove waste products.
Plus, strong currents or water flow can help prevent the accumulation of organic matter and sediment around the mussels. One of the most common methods of farming mussels are on ropes. This can either be in the form of dangling long ropes down in the water, which are attached to one long rope near the surface. Or another similar method is filling long mesh. ഇതാണ് കണ്ട ഞാൻ പറഞ്ഞില്ലേ ഒരു പ്ലാസ്റ്റിക്കിന്റെ നെറ്റ് അതിനകത്ത് സീഡ്സ് ഇട്ടിട്ട് ഇതേ കണക്ക് ലോങ് റോപ്പിൽ ഞാൻ സസ്പെൻഡ് ചെയ്ത് ഇടും. Bags full of seeds, which are young mussels, and attaching those to a long rope on the surface and letting them just hang in the water. The ropes or mesh bags are suspended in the water column. They are typically hung vertically from buoys or horizontal rope lines that are anchored to the ocean floor. The mussels grow by filter feeding on plankton and other nutrients in the water and are periodically inspected to ensure they are healthy and growing properly. Depending on the mussel species, അത് സൈസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചുണ്ടോ ഇതിപ്പം സിങ്ക് ചെയ്തു വെള്ളത്തിലോട്ട് താന്നു അല്ലേ അപ്പൊ കൂടുതൽ ഫ്ലോട്ടുകൾ ആഡ് ചെയ്യണം കാരണം താഴ്ന്നു പോകാതിരിക്കാനൊക്കെ. and environmental conditions, it usually takes 12 to 24 months for them to grow and ready to be harvested. Harvesting involves pulling up the ropes and removing the mature mussels. This is done by pulling up part of the long rope. അപ്പൊ ആ ലോങ് റോപ്പ് ഇങ്ങനെ മുകളിലോട്ട് പുള്ളി ചെയ്തിട്ടാണ് ഹാർവെസ്റ്റിംഗ് ടൈമിൽ ഇതിനെ എടുത്ത് പിന്നെ ഓരോന്നിനെയും സെപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് ആ മസിൽസിനെ അതിൽ നിന്ന് റിമൂവ് ചെയ്ത് പിന്നെ അത് പ്രോസസ് ചെയ്യുന്ന യൂണിറ്റിലേക്ക് കൊണ്ടുപോകും. Near the water surface and feeding it onto a winch or pulley system. Mussels that are farmed on ropes are pulled up into a machine on the boat to extract the mussels. Once separated from the rope, the mussels are put in large bags and sent back to a processing plant to be cleaned and packaged for sale. Mussels that are farmed in mesh bags attached to a long rope are pulled up to the surface the same way farming on ropes are. Once the bags are out of the water, they are transferred to a processing area where the mussels will be removed from the bags. Once harvesting has been completed, they are sent back to a processing plant to be cleaned. ഇനി ആ ബാഗ് നോക്കി ഞാൻ പറഞ്ഞില്ലേ ഒരു പ്ലാസ്റ്റിക് ബാഗ് ഒരു രീതി ഒരു റോപ്പ് കെട്ടി സസ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. ഇത് ചെറിയൊരു മെഷ് കണക്കുള്ള അതിനകത്ത് സീഡ്സ് ഇട്ടിട്ട് മെയിൻ പാരലി ഉള്ള റോപ്പിൽ സസ്പെൻഡ് ചെയ്യും. നോക്കിയേ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാം കണ്ട ആ മെഷീനകത്താണ് ഈ സീഡ്സിനെ വെച്ചിട്ട് കെട്ടിയിട്ട് മെയിൻ റോപ്പിൽ ഇടുന്നത്. ഓക്കെ അപ്പൊ ഇനി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. യൂസ്ഡ് ഫോർ ഇന്റൻസീവ് വെച്ച് കഴിഞ്ഞാൽ ലാർജ് സ്കെയിലിൽ മസൽസ് കൾച്ചർ ചെയ്യാൻ റാഫ്റ്റ് കൾച്ചറാണ് ഉപയോഗിക്കുന്നത്. Mussels are grown on ropes കണ്ടോ റോപ്സ് സസ്പെൻഡഡ് ടു ദ വാട്ടർ ഫ്രം റാഫ്റ്റ്. റാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ചങ്ങാടമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തത് ജപ്പാനിലാണ്. ഇപ്പം ജപ്പാനും സ്പെയിനുമാണ് ലീഡിങ്. ആ പേരോർത്തോ ജപ്പാനും സ്പെയിനുമാണ് ലീഡിങ്. ഇന്ത്യയിൽ റാഫ്റ്റ് കൾച്ചർ ചെയ്യുന്ന സ്ഥലം ഏതൊക്കെയാണ്? വിഴിഞ്ഞോണ്ട്, മണ്ഡപം കേട്ടോ. ഇവിടെ രണ്ടുമാണ് കൂടുതലും ചെയ്യുന്നത്. ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്താ കാര്യം എന്നറിയാം. ഹാങ്ങിങ് ഡൗൺ ലാർജ് നമ്പർ ഓഫ് തിക്ക് ബട്ട് ലൂസ്ലി വോവൻ കൊയർ റോപ്സ്. എന്താ കൊയർ റോപ്സ് തൂക്കിയിടും അല്ലേ? എവിടുന്നാ? നമ്മുടെ റാഫ്റ്റിൽ. ആ കൊയർ റോപ്സിന്റെ നീളം അത് നിങ്ങൾ എഴുതണം 10 മീറ്റർ ആണ് കേട്ടോ. മീറ്റർ, സെന്റിമീറ്റർ അല്ല, മീറ്റർ ആണേ. ഇനി ആ ചങ്ങാടത്തിനെ കുറിച്ച് പറയാണ്. വുഡൻ ഫ്രെയിംസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വുഡൻ ഫ്രെയിംസ്, ബംബു പോൾസ്, അതിന്റെ മെഷർമെന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നോട്ട് ചെയ്യുക. പിന്നെ പൊന്തി കിടക്കാൻ വേണ്ടി ഫ്ലോട്ട്സുകൾ ഞാൻ കാണിച്ചായിരുന്നല്ലോ, ഫ്ലോട്ട്സുകളൊക്കെ ആഡ് ചെയ്യും. ഒരു റാഫ്റ്റിന് എത്ര റോപ്സ് വരെ ക്യാരി ചെയ്യാം? 500 to 600 റോപ്സ് ക്യാരി ചെയ്യാൻ പറ്റും. റാഫ്റ്റിനെ പിന്നെ ആങ്കർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലേസിൽ ആങ്കർ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും പോൾസ് ഉണ്ടായിരിക്കും, ഫയർസ് ഉണ്ടായിരിക്കും. ഓക്കെ അപ്പം ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര വളർച്ച എത്തിയതിനെ സീഡ്സിനായിരിക്കും? 1 month ഓൾഡ് സീഡ്സ് ആയിരിക്കും അല്ലേ? അതിന്റെ സൈസ് 12 millimeter സൈസാണ്. അതിനെ റോപ്പിൽ ചുറ്റി അതിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടാണ്
പിന്നെ ഈ പാരലിയുള്ള അതിനകത്തോട്ട് ഹാങ് ചെയ്ത് ഇടുന്നത്. അപ്പം ഓരോ റോപ്പുകളുടെ ഇതിൻ്റെ ഇടയ്ക്കുള്ള സ്പേസ് എന്ന് പറയുന്നത് കണ്ടോ, ഇടയ്ക്കുള്ള ആ സ്പേസ് എന്ന് പറയുന്നത് എത്രയാണ്? 20 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ 20 സെൻറ്റിമീറ്റർ അതിൻ്റെ നീളം അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യുക. ആസ് മസിൽസ് ഗ്രോ അഡീഷണൽ ഫ്ലോർസ് ആർ അഡീഷണൽ ഫ്ലോർസ് ആഡ് ചെയ്യും. അപ്പോൾ ഹാർവെസ്റ്റിംഗ് എപ്പോഴാണ് അതിൻ്റെ സൈസ് മാർക്കറ്റബിൾ സൈസ് എത്തുമ്പോൾ അതിനെ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യും. ഓക്കെ, സ്പോണിങ്ങിൻ്റെ ടൈമിന് മുമ്പ് ഹാർവെസ്റ്റ് ചെയ്യണം. കാരണം സ്പോണിങ് ടൈം വരുമ്പോഴത്തേക്ക് അതിൻ്റെ വെയിറ്റ് കുറയുന്നത് കൊണ്ട്. ഓക്കെ, ബ്രീഡിങ് ടൈം. ഓക്കെ, റാഫ് കൾച്ചർ അതിൻ്റെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്, ഈൽഡ് എന്ന് പറയുന്നത് വെരി ഹൈ ആണ്. എന്നാലും നമുക്ക് നമ്മുടെ പോൾ കൾച്ചർ എന്താണെന്ന് കൂടെ നോക്കാം. പോൾ കൾച്ചറിൻ്റെയും ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഒന്ന് കാണിക്കാം, നോക്കൂ. ഇതാണ് അതിൻ്റെ ഒരു പിക്ചർ. ഇതിൽ നിന്ന് നോക്കിയപ്പോൾ എന്താ മനസ്സിലായത്? ഒരു പോൾസ് കണ്ടോ, വെർട്ടിക്കലായിട്ടുള്ള പോൾസ് ഇങ്ങനെ വെള്ളത്തിൽ നമ്മൾ ഫിക്സ് ചെയ്ത് വയ്ക്കും. അപ്പം അതിനകത്ത് സീഡ്സിനെ അറ്റാച്ച് ചെയ്ത് വയ്ക്കും. എന്നിട്ട് അതിൻ്റെ പുറത്തൊരു മെഷ് ഇട്ടിട്ടുണ്ട് കേട്ടോ, മെഷ് വല കാണാൻ പറ്റുന്നുണ്ടല്ലോ, നോക്കൂ. സോറി, പോയി നിൽക്കി എടുക്കട്ടെ. Ropes in shallow waters to attract mussel larvae. Once എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടോ, ആദ്യം അതിൻ്റെ സീഡ്സ് കളക്ട് ചെയ്യാൻ വേണ്ട ആദ്യം കുറേ റോപ്പ് ഇങ്ങനെ ഇടും. അപ്പം ഈ വെള്ളത്തിൽ ഓൾറെഡി ഉള്ള നാച്ചുറലി ഉള്ള മസിൽസിൻ്റെ സീഡ്സ് വന്ന് അത് അറ്റാച്ച് ചെയ്യും. അറ്റാച്ച് ചെയ്തിട്ട് ഒരു ഡിസൈറബിൾ സൈസ് എത്തുമ്പോഴാണ് ഇതിനെ മാറ്റിയിട്ട് നമ്മുടെ പോളിലോട്ട് അറ്റാച്ച് ചെയ്യും. the mussels attach themselves, they carefully move the ropes and wrap them around wooden poles near the shore. These poles are then shielded with nets to protect the അത് കഴിയുമ്പോൾ ഒരു മെഷ് ഇട്ട് അതിനെ mussels from the ocean's relentless waves. വേവ് ആക്ഷൻ അത് മസിൽസിനെ ഹാം ചെയ്യാതിരിക്കാൻ വേണ്ടി. After nurturing the mussels for 18 months until they reach optimal size, fishermen delicately use specialized tools to carefully സൊഫിസ്റ്റിക്കേറ്റഡ് മെത്തേഡാണ് കേട്ടോ, ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ടാണ് അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്, പോൾ harvest them from the poles. On the west coast of France, particularly in regions like Brittany and Vendée, harvesting mussels is a cherished tradition. Fishermen ഓക്കെ, അപ്പോൾ ഇനി പോൾ കൾച്ചർ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി ജസ്റ്റ് നോക്കുക. മസിൽസ് ആർ ഗ്രോൺ ഓൺ ഓക്സ് സ്റ്റേക്സ്. സ്റ്റേക്സ് എന്ന് വെച്ചാൽ മരക്കുറ്റി എന്നുള്ളതേ ഉള്ളൂ. പെർപെൻഡിക്കുലർ ടു ദ ഷോർ ലൈൻ ഉണ്ടോ, ഷോർ ലൈൻ. ഇപ്പോൾ ഷോർ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കും. മസിൽസ് ഈ സ്പാറ്റ്സിനെ എന്ത് ചെയ്യും, അതിന് ചുറ്റും ഇങ്ങനെ റാപ്പ് ചെയ്ത് കൊടുക്കും. റാപ്പ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് ബയോഡിഗ്രേഡബിൾ മെഷ് അല്ലെങ്കിൽ റോപ്സ് അതിനെ അതിൻ്റെ പ്ലേസിൽ നിർത്താൻ വേണ്ടിയിട്ട് കൊടുക്കും ഇനീഷ്യൽ സ്റ്റേജിൽ, അല്ലേ. അത് കഴിഞ്ഞിട്ട് മസിൽസ് ആ പോളിൽ നാച്ചുറലായിട്ട് അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ, ബൈസസ് ത്രെഡുമായിട്ട് അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ആ ബയോഡിഗ്രേഡബിൾ മെഷ് റിമൂവ് ചെയ്യാം. കണ്ടോ, അതാ മെഷ് ഓർ റോപ്സ് ക്യാൻ ബി റിമൂവ്ഡ്. അപ്പം ഇതാണ് പോൾ കൾച്ചർ എന്ന് പറയുന്നത്. അപ്പം ഹാർവെസ്റ്റ് ചെയ്യേണ്ട ടൈം ആകുമ്പോൾ പിന്നെ ആ പോൾസിൽ നിന്ന് നമുക്ക് മസിൽസിനെ ഡിറ്റാച്ച് ചെയ്യും. അപ്പോൾ ബെനിഫിഷ്യൽ ആസ്പെക്ട്സ് നമ്മൾ കഴിഞ്ഞു. ഹാംഫുൾ മോളസ്കിനെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കണ്ടേ, നോക്കാം. പെസ്റ്റായിട്ട് അല്ലെങ്കിൽ ഹെർബിവോസ് നമ്മളുടെ കൃഷിത്തോട്ടങ്ങളിൽ നമ്മളുടെ വിളവുകൾ അല്ലെങ്കിൽ പൂച്ചെടികൾ അതിനെയൊക്കെ നശിപ്പിക്കുന്നത് ആരൊക്കെയാണെന്ന് നോക്കാം. സ്ലഗ്സ് ആൻഡ് സ്നെയിൽസ്. സ്ലഗ്സിനെ നമുക്കറിയാം, സ്നെയിൽസിനെ അറിയാം. ഇവരാണ് മെയിൻ വില്ലന്മാർ. ഗാർഡൻസ്, ഓർച്ചാർഡ്, ഗ്രീൻ ഹൗസസ്, ഇവിടെ എല്ലാം അവരുടെ പ്രസൻസ് ഉണ്ട്. അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പച്ചക്കറിയും പിടിക്കത്തില്ല. അതിൻ്റെ പൂവും ഇലയും അല്ലെങ്കിൽ അതിൻ്റെ ചെറിയ നാമ്പുകളെല്ലാം അത് ഇല്ലാതാക്കും. ദേ വിൽ ഫീഡ് സക്കുലൻറ്റ് പാർട്സ്. സക്കുലൻറ്റ് എന്ന് പറയുമ്പോൾ നല്ല കിളുന്ന് ആയിട്ടുള്ള പാർട്സ്. സീഡ്ലിംഗ് ആൻഡ് ഇമേച്വർ പ്ലാന്റ്സ്. അതാ വന്നു ഗാർഡൻ സ്നെയിൽ ഉണ്ടോ, കോർക്കു ആസ്പെർസം എന്നാണ് അതിൻ്റെ സയൻറ്റിഫിക് നെയിം, ഗാർഡൻ സ്നെയിൽ. സ്ലഗ് ഏതാണെന്ന് നോക്കിയേ, ഡെറോസിറസ് റെറ്റിക്കുലേറ്റം. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് സാധാരണ നമ്മുടെ വിളവുകൾ നശിപ്പിക്കുന്ന സ്ലഗ്സും ഗാർഡൻ സ്നെയിലും. ഇനി ബോറിംഗ് മോളസ്ക് ഉണ്ട്. ബോറിംഗ് തുറന്ന് വരുന്ന ആൾക്കാർ. ആ ആൾക്കാർ മെയിനായിട്ടും കടലിലുള്ള എന്താണ് വെഹിക്കിൾസ്, ഷിപ്പാവാം, അങ്ങനെയുള്ള എന്തെങ്കിലും ആർട്ടിക്കിൾസ് ആവാം, അല്ലേ. അപ്പം അതിനെയൊക്കെ നശിപ്പിക്കുന്ന ആൾക്കാരുണ്ട് ഈ ബോറിംഗ് മോളസ്ക് എന്ന് പറയുന്നത്. ടെറിഡോ, ആ പേര് അങ്ങോട്ട് ഓർത്ത് വെച്ചു, ടെറിഡോ. ഷിപ്പ് വേം എന്നാണ് പറയുന്നത്. ഷിപ്പിൻ്റെ വുഡൻ പാർട്സിനൊക്കെ നാശനഷ്ടം ഉണ്ടാക്കും ഇവർ.
ഫോളസ് ഉണ്ടോ, ഇത് പാറ വരെ ഇങ്ങനെ തുരന്നു പോകാൻ കഴിയും, അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള റാഡുലയാണ് ഇവർക്കുള്ളത്. സീഷോറിന്റെ ഇറോഷൻ ഉണ്ടോ, സീഷോസിൽ ആ നമ്മുടെ ഷോർ പോർഷൻ നഷ്ടപ്പെടാതിരിക്കാനുള്ള പാറകൾ അതെല്ലാം ഇറോഡ് ചെയ്യിപ്പിക്കും ഇവര് കേട്ടോ. എക്സ്കവേറ്റ് ഹോൾസ് ഒക്കെ ഉണ്ടാക്കും. അതാണ് ഈ രണ്ട് വില്ലന്മാരുടെ പണി. ഈ പാരസൈറ്റ്സ്, പെലിസിപ്പോഡ് നമുക്ക് അറിയാം ബൈവാൽസ് ആണ്. എൻഡോ പാരസൈറ്റ് ആയിട്ട് സീ കുക്കുംബറിന്റെ ഗട്ടിൽ കാണപ്പെടും ഇവര്. പിന്നെ അതേപോലെ ഗ്ലോച്ചീരിയം ലാർവ ഓഫ് യുനിയോയുടെ ഗ്ലോച്ചീരിയം ലാർവ എന്ന് പറയുന്നത് ഇത് ഫിഷിന്റെ ഗിൽസിൽ കാണുന്ന എക്ടോ പാരസൈറ്റ് ആണ്. പിന്നെ ബ്രാങ്കിസ്റ്റോമിയ എന്ന് പറയുന്നത് സീ സ്നെയിലാണ്. ഇത് എവിടെയാ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ബൈവാൽ മൊളസ്ക് ഉണ്ടല്ലോ, ബൈവാൽ നമ്മുടെ പെലിസിപ്പോഡ, അവരുടെ ബ്ലഡ് സക്ക് ചെയ്ത് കുടിക്കും. മനസ്സിലായോ? അതേ കണക്ക് പോളിക്കീറ്റ്സിന്റെയും എക്കൈനോഡോംസിന്റെയും വെറുതെ വിടത്തില്ല, അവരുടെയും ഇതേ കണക്ക് അവരുടെ ബ്ലഡ് സക്ക് ചെയ്ത് കുടിക്കുന്ന ആളാണ് ബ്രാക്കിസ്റ്റോമിയ എന്ന് പറയും. ജസ്റ്റ് ഒരു പിക്ചർ കാണിക്കാം. ഇതാ ഇവന്മാരാണ്. ഇനി സ്റ്റൈലിഫർ എന്ന് പറയുന്നത് ഇത് എക്കൈനോഡ് സ്റ്റാർ ഫിഷിന്റെ ഒക്കെ ബോഡിയിൽ എൻഡോ പാരസൈറ്റ് ആയിട്ട് കാണുന്ന ആളാണ് ഈ മസിൽ സ്റ്റൈലിഫെയർ എന്ന് പറയുന്നത്. എൻഡോകോഞ്ച എന്ന് പറയുന്നത് വേമിനെ പോലെ ഇരിക്കുന്ന എൻഡോ പാരസൈറ്റ് ആണ്. എവിടെ കാണുന്നത്? സീ കുക്കുംബോസിലാണ് കാണുന്നത്. അപ്പൊ ഈ പേരുകൾ ഓർത്തുക. പെലിസിപ്പോഡ്, ക്ലോച്ചിഡിയം, അത് ലാർവൽ സ്റ്റേജ് ആണ് നമുക്കറിയാം. ബ്രാങ്കിസ്റ്റോമിയ, സ്റ്റൈലിഫർ, എൻഡോകോഞ്ച. ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ചില പാരസൈറ്റ്സിന്റെ വാഹകരായിട്ട് നിൽക്കുന്നുണ്ട്. ആരൊക്കെയാ? ലിംനി ആൻഡ് പ്ലാനോബിസ് ഉണ്ടോ, ഫ്രഷ് വാട്ടർ സ്നെയിൽസ് ആണ് കേട്ടോ. ഇവർ ആരുടെയാണ് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്? ഫാസിയോളയുടെയും ഷൈസോസ്റ്റോമയുടെയും ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ്. നമുക്കറിയാം ഷൈസോസ്റ്റോമിയാസിസും ഫാസിയോളാസിസും ഒക്കെ ഇതുണ്ടാക്കുന്ന അസുഖങ്ങളാണ്. അപ്പോൾ അതിന്റെ ഹോസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഈ രണ്ട് ആൾക്കാർ. ഇനി പ്രിഡേറ്റേഴ്സ് ആയിട്ട് ഉള്ളതായിരിക്കാൻ നോക്കി. ഗ്യാസപ്പോസ് ആണ് അവിടെ പ്രിഡേറ്റേഴ്സ് ആയിട്ട് നിൽക്കുന്നത്. ബാസിനം, നാറ്റിക്ക, മ്യൂറെക്സ്, യൂറോസാൽപിങ്സ്, ഇതൊക്കെ കാർണിവോറസ് ആണ്. ഇവരെന്താ ചെയ്യുന്നതെന്ന് നോക്കി. ഇവർ മറ്റ് മൊളസ്കിന്റെ ഷെല്ല് അത് തുറന്ന് ചെല്ലും. അവരുടെ പവർഫുൾ റാഡുല വെച്ച് തുറന്ന് ചെന്നിട്ട് അതിന്റെ ആ ഫ്ലഷ് അത് ഫീഡ് ചെയ്യും. യൂറോസാൽപിങ്സ് ഇതിനെ കാണുന്നത് ഓയിസ്റ്റർ ഡ്രില്ലെന്ന് തന്നെയാണ്, ഡ്രില്ലർ ഉണ്ടോ എന്ന് തന്നെ പറയുന്നത്. ഓയിസ്റ്റർ ഇൻഡസ്ട്രിക്ക് തന്നെ ഡാമേജ് ഉണ്ടാക്കും ഈ മസിൽ ഉണ്ടോ. ഇനി ഇൻവേഴ്സീവ് സ്പീഷീസിനകത്ത് നമ്മൾ ജൈന്റ് ആഫ്രിക്കൻ സ്നെയിലിനെ കുറിച്ച് പഠിക്കാൻ പോവാണ്. ഇൻവേഴ്സീവ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നോൺ നേറ്റീവ് ആയിട്ടുള്ള സ്പീഷീസ് ആണ് ഇവർ. ജൈന്റ് ആഫ്രിക്കൻ സ്നെയിലാണ് കണ്ടോ, അദ്ദേഹമാണ്. ഇദ്ദേഹത്തിന്റെ സ്വദേശം എന്ന് പറയുന്നത് ഈസ്റ്റ് ആഫ്രിക്കയിലായിരുന്നു. ഇപ്പം അങ്ങനൊന്നുമില്ല, ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസിലും ഇതിനെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിനൊന്നും നമുക്ക് അതിന്റെ ഒരു ചെറിയൊരു കാര്യം ഒന്ന് കേൾക്കാം. ഒരിക്കലും ചാവൂല. അപ്പൊ ഇത് വലിയൊരു കീറാമുട്ടിയാണ് അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ പണ്ട് കാലങ്ങളിൽ നമ്മുടെ നാട്ടില് ചില സ്ഥലങ്ങളിലേ ഉണ്ടായിരുന്നുള്ളത്, പക്ഷേ ഇപ്പോ കൂടുതൽ സ്ഥലങ്ങളിൽ ഇത് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഫൂട്ട് ഉണ്ടോ, സ്പ്രെഡ് ചെയ്ത് ഇരിക്കുന്നുണ്ടോ, അത് നമ്മൾ കാണും. ഇത് വേഗം പടരും. കാരണം ഇത് ഒരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോഴി മുട്ട ഇടുന്ന പോലെ 10-20 മുട്ടകളല്ല ഇടുന്നത്, ആയിരക്കണക്കിന് മുട്ടകളാണ് ഇതൊരു സമയം ഇടുന്നത്. വേഗം ഇതിന്റെ പ്രസവം അടുത്ത് വേഗം പോകും. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ കണ്ടമാനം കുഞ്ഞുങ്ങളുണ്ട്. അവയെ നമ്മൾ മണ്ണ് കിളച്ച് ഇളക്കിയിട്ട് അവിടെ ഉപ്പിട്ടിട്ട് നമ്മൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിനെ നശിപ്പിക്കാൻ പറ്റും. അല്ലാതെ നമുക്ക് നശിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. ക്ലോറിൻ ഇട്ടാലും നശിക്കും. ആണല്ലേ? ശരി. അപ്പൊ നമ്മളെ വീടുകളിൽ ഇതേപോലത്തെ ഒരു സ്പ്രേ കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൽക്കാലം അതിലേ കയറുന്നതിനേക്കാൾ നമുക്ക് നശിപ്പിക്കാം. ഓക്കെ, അപ്പൊ അതാണ് നോൺ നേറ്റീവ് ആയിട്ടുള്ള മസിൽസിലെ ഇൻവേഴ്സീവ് സ്പീഷീസ്. നമുക്ക് എല്ലാവരും ബോദർ ചെയ്യുന്നത് ഈ ഒരു മസിലിനെ കുറിച്ചാണ്, ജൈന്റ് ആഫ്രിക്കൻ സ്നെയിൽ. അപ്പൊ ഇന്ത്യയിൽ വന്ന വർഷം 1847. അപ്പൊ അത്രത്തോളം പഴക്കമുണ്ട്. കേരളത്തിൽ 1955 ഇവര് വന്നു. അപ്പം ആഫ്രിക്കൻ സ്നെയിലിന്റെ ബോഡി ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് കുറച്ച് നോക്കാം. ലാർജസ്റ്റ് ലാൻഡ് സ്നെയിലാണ് കേട്ടോ ഈ ജൈന്റ് ആഫ്രിക്കൻ സ്നെയിൽ എന്ന് പറയുന്നത്. അതൊന്ന് ഓർത്തോ, എവിടെയെങ്കിലുമൊക്കെ ചോദിക്കും. ലാർജസ്റ്റ് ലാൻഡ് സ്നെയിലാണ്. അഡൽസിന്റെ ഷെല്ല് എത്രത്തോളം വരും നോക്കി. 20 സെന്റിമീറ്റർ നീളം വരും.
നീളം കണ്ടോ, നീളം എത്രയാ 20 എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കണ്ടോ ഇച്ചിരി കൂടെ നല്ല ഇത്രയും വലുപ്പം വരും കണ്ടോ. നമ്മുടെ കൈത്തണ്ടയിലൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഫുൾ നിൽക്കും. ഡയമീറ്റർ 7 to 10 സെൻറ്റിമീറ്റർ ആണ്. ഇതിൻ്റെ അഡാപ്റ്റീവ് ഫീച്ചേഴ്സ് കുറേ സംഭവങ്ങളുണ്ട്. ഏത് പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് പോകാൻ പറ്റുന്ന കുറേ അഡാപ്റ്റേഷൻസ് ഇവർക്കുള്ളത് കൊണ്ടാണ് ഇത് ഇങ്ങനെയും സ്പ്രെഡ് ആവുന്നത്. പറഞ്ഞില്ലേ ഇതിൻ്റെ എഗ് ലൈൻ ഫീച്ചറൊക്കെ പറഞ്ഞില്ലേ, ഒരുപാട് എഗ്സ് ഉണ്ടാവും. പോളിഫിക് ബ്രീഡിങ് അതാണ് പറഞ്ഞത് കണ്ടോ. സ്റ്റെൽത്തിനെസ്, ഒളിഞ്ഞിരിക്കാനുള്ള കഴിവ്. സ്റ്റേർഡിനെസ്, എവിടെയും അത് എക്സിസ്റ്റ് ചെയ്യും. പെട്ടെന്ന് എവിടെ വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് വളരും. ഈസ്റ്റിവേഷൻ, പാർത്തനോജെനസിസ്, ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ്. ഇതെല്ലാം അവരുടെ അഡാപ്റ്റീവ് ഫീച്ചേഴ്സാണ്. അപ്പം നമ്മൾ ആ ഷെല്ലിൻ്റെ കാര്യം പറയുക, അഡാപ്റ്റീവ് ഫീച്ചേഴ്സ് പറയുക. പിന്നെ മറ്റു കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബോഡി ഉണ്ടോ, ഷെല്ല് ഒരു കുഞ്ഞൊരു ഇതായിട്ടിരിക്കുന്നത്, അതിനെക്കാട്ടിലൊക്കെ ഭയങ്കര എക്സ്റ്റെൻഡിൽ ഇതിൻ്റെ ബോഡി വളരും കണ്ടോ. അങ്ങനെ ഒരു ജൈൻറ്റ് അപ്പിയറൻസിന് കിട്ടും. ഷെല്ല് സ്പൈറലി കോയിൽഡ് ആണ്. ഒരു ഗ്ലോസി ആൻഡ് കോണിക്കൽ ഉണ്ടോ, ഓൾമോസ്റ്റ് ഒരു കോണിക്കൽ ഷേപ്പാണ്. ബ്രൗണിഷ് കളർ അല്ലേ, നമ്മൾ ആ വീഡിയോയിൽ കണ്ടതിന് ഒരു ബ്രൗണിഷ് കളർ അല്ലായിരുന്നോ, വിത്ത് ഡാർക്ക് ബ്രൗൺ ടു റെഡിഷ് ബ്രൗൺ ബാൻഡ്സ്. ഇതിൻ്റെ മുകളിൽ ഡാർക്ക് ബ്രൗൺ മുതൽ റെഡിഷ് ബാൻഡ്സ് കാണാൻ പറ്റും. പിന്നെ ബോഡി നോക്കി കഴിഞ്ഞാൽ സോഫ്റ്റ്, മോയിസ്റ്റ്, ഒരു നനവുള്ളത്, അങ്ങനെ കവേർഡ്. അത് പോകുന്നത് തന്നെ മ്യൂക്കസ് സെക്രീറ്റ് ചെയ്താണ്. അത് ആ ഒരു നനവ്, ആ ഒരു മ്യൂക്കസ്, അതാണ് അതിൻ്റെ മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നത്. കളർ നോക്കുവാണെങ്കിൽ ഇങ്ങനെ വേരി ചെയ്യും. നമുക്കൊരു ജനറലായിട്ട് പറയാം, ഗ്രേയിഷ് ബ്രൗൺ അല്ലെങ്കിൽ ഡാർക്ക് ഗ്രേ കളറാണ്. അതിൻ്റെ അകത്ത് പെയിൽ മറ്റ് കളറിൻ്റെ ടോൺസ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ അണ്ടർ സൈഡിൽ. പിന്നെ ഫൂട്ട് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചില്ലേ, ഭയങ്കര ബ്രോഡ് ആൻഡ് ഫ്ലാറ്റ്, ഇങ്ങനെ അതിന് വിഷറി കൊണ്ട് വിടർത്തിയിട്ട് അതിന് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ അത്രയും ഹോൾഡിങ് കിട്ടും അല്ലേ. അതാ പറയുന്നത്, ക്യാൻ എക്സ്റ്റെൻഡ് ലാറ്ററലി ലൈക്ക് ഇനോമസ് വിങ്. അതുകൊണ്ട് ബെറ്റർ ഹോൾഡിങ് കിട്ടും ഇവർക്ക്. ടെൻഡക്കിൾസ് 2 pairs. നേരത്തെ നമ്മൾ കണ്ട മസിൽസിലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അപ്പർ പെയർ ലോങ്ങർ ആണ്, അതിൻ്റെ അറ്റത്താണ് അതിൻ്റെ ഐസ് ഉള്ളത്. പിന്നെ എന്താണ് ലോവർ പെയർ ഓഫ് ടെൻഡക്കിൾ, നീളമുള്ള ഒരു പെയറും നീളം കുറഞ്ഞ. അപ്പം ലോവർ പെയർ ഓഫ് ടെൻഡക്കിൾ അത് ഷോർട്ടർ ആണ്, അത് സെൻസറി ഓർഗനായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ഈ സ്നെയിൽ ഒരു തിക്ക് മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ബോഡിയിൽ മോയ്സ്ചർ റിറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ മൂവ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഇതെന്തൊക്കെ ദോഷമാണ് ചെയ്യുന്നതെന്ന് ചോദിക്കേ. ഇത് കണ്ണി കാണുന്ന എല്ലാ ക്രോപ്സിനെയും നശിപ്പിക്കും. അഡൽട്ട് അത്ര പ്രശ്നമില്ല, ഒരു ഡീക്കേയിങ് ഓർഗാനിക് മാറ്ററാണ് ഭക്ഷിക്കുന്നത്. എന്നാൽ യങ് വൺസ് ഉണ്ടോ, അവർക്ക് ലിവിങ് പാർട്സ് പ്ലാന്റ്സ് തന്നെ വേണം, ഫ്ലവേഴ്സ് വേണം, വെജിറ്റബിൾസ് ഒക്കെ വേണം. അപ്പോൾ ഈ യങ് വൺസ് ആണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഒരു പ്രോബ്ലം ക്രിയേറ്റർ എന്ന് പറയാം. ഇവർക്ക് കാൽസ്യം ഒത്തിരി വേണ്ടുന്നുണ്ട്. ഇവരെന്താണ്, നമ്മുടെ ബിൽഡിങ്സ് പോലും വെറുതെ വിടത്തില്ല, അതിൻ്റെ സിമെൻറ്റിങ് മെറ്റീരിയലിൽ നിന്ന് കാൽസ്യം അത് ഫീഡ് ചെയ്യും. അപ്പം ബിൽഡിങ്സിനൊക്കെ ഒരു വീക്ക്നെസ് ഉണ്ടാക്കും. അതേപോലെ റാറ്റ് ലങ്വോമിൻ്റെ പേര്, സയൻറ്റിഫിക് നെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആൻജിയോസ്ട്രോങ്ങൈലസ് കാൻഡോനെൻസിസ്. അത് പേരൊന്ന് പഠിച്ചു വയ്ക്കാൻ നോക്കുക. അപ്പോൾ അത് ഉണ്ടാക്കുന്ന ഡിസീസ് ആൻജിയോസ്ട്രോങ്ങൈലാസിസ് എന്ന് പറയും. ഇതിൻ്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഇസ്നോഫീലിക് മെനിഞ്ചൈറ്റിസ് ആണ്. സെർബ്രോസ്പൈനൽ ഫ്ലൂയിഡ് WBCയുടെ കൗണ്ട് കൂടും ഹ്യൂമൻ ബീയിങ്ങിൽ. ഇതെങ്ങനെയാണ് ആ ഇൻഫെക്ഷൻ മനുഷ്യനിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അണ്ടർ കുക്ക്ഡ് ആയിട്ടുള്ള സ്നെയിൽസിനെ ഭക്ഷിക്കുന്ന രാജ്യങ്ങളുണ്ട്. അപ്പം അണ്ടർ കുക്ക്ഡ് ആയിട്ടുള്ള സ്നെയിൽസിനെ കഴിക്കുന്നവർ, അതേപോലെ വൈൽഡ് സ്നെയിൽസിനെ വെറുതെ നമ്മൾ ഒരു ഗ്ലൗസോ ഒന്നും ഇടാതെ ഹാൻഡിൽ ചെയ്യുന്നവരിൽ, അവർക്കൊക്കെയാണ് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസ്. സോ വിത്ത് ദിസ് വി ഫിനിഷ് ദ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് മുളക്സ്. സോ താങ്ക് യു. I'm an icon, man. I'm a girl about a 10. I should fuck her in a Benz.